നമ്മുടെ ഈ ബസ്സിലെ വിഷയത്തിൽ ഷിംജിതയ്ക്ക് സപ്പോർട്ടായിട്ടൊരു എഴുത്തുകാരി പറഞ്ഞതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ആ എഴുത്തുകാരി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവിടെ മുട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മുട്ടിയിട്ടുണ്ട്, അതാണ് ആ പെണ്ണ്, അതാണ് അവൾ വീഡിയോ എടുത്ത് ഇട്ടത്. മുട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരക്കുള്ള ബസ്സാണ്, മുട്ടും. പക്ഷേ ഈ ഒരു ലൈംഗിക ചൊവ്വയോടുകൂടി ഈ കാമപ്രാന്തന്മാർ വന്ന് നമ്മളെ മനഃപൂർവ്വമായിട്ട് ഉപദ്രവിക്കുന്ന ആ സന്ദർഭത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇവർ നമ്മളെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നോക്കത്തില്ല പെട്ടെന്ന്, മനസ്സിലായോ? അവരവിടെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അവർ നമ്മൾ നിൽക്കുന്ന എവിടെ നിന്ന് കറക്റ്റായിട്ട് അറിയാം. അവർ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ അറിയാത്ത ഭാവത്തിൽ അങ്ങ് നിന്ന് ടച്ചാക്കും. ഈ ചേട്ടൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാഗ് എന്തോ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ പുറകിൽ നിൽക്കുന്ന അത് ലേഡിയാണ്. ടച്ചായി എന്ന് മനസ്സിലായപ്പോൾ അയാൾ ഉടനെ ടച്ചായ ആ സ്പോട്ടിൽ അയാൾ തിരിഞ്ഞ് നോക്കിയിട്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയല്ല, ഒരു ചൊറിയനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ തിരിഞ്ഞ് നോക്കത്തില്ല ആ സ്പോട്ടിൽ. ആ എഴുത്തുകാരിക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ കുറവായിരിക്കും. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴുണ്ടല്ലോ, ഒന്നാമത്തെ ഇതിനൊക്കെ കൊടുക്കുന്ന ശിക്ഷകളുണ്ടല്ലോ, നല്ല ഭയപ്പെടുത്തുന്ന ശിക്ഷകൾ കൊടുക്കണേ. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്കൊക്കെ കൊടുക്കുന്ന ശിക്ഷ ഇത് കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കുറഞ്ഞോളും. ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ കൂടി വരുന്നത് കൊണ്ടാണ് അതിനെ ദുരുപയോഗം ചെയ്യാൻ ഈ ഷിംജിതയെ പോലുള്ള കുറേ ലേഡീസ് ഇറങ്ങിയിരിക്കുക, മനസ്സിലായോ? അങ്ങനെയുള്ള സംഭവങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഗോളടിക്കാൻ ശ്രമിക്കുന്നവളന്മാരൊക്കെയാണ് ഇത്. അപ്പോൾ ബസ്സിലാണെങ്കിലും യാത്രക്കിടയിലാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും ഒരു സംഭവം ഒരാൾ അനാവശ്യമായിട്ട് ടച്ച് ചെയ്യുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ കയ്യിലെ ഫോണിൽ അത് പകർത്തുക തന്നെ വേണം. അല്ലെങ്കിൽ അവരത് ഏക്കുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, ഒരിക്കലില്ല. നമ്മൾ തന്നെ പൊട്ടന്മാരാവത്തേ ഉള്ളൂ. ആദ്യം തന്നെ ഇയാൾ ഇത് ടച്ച് ചെയ്യണത് നമ്മൾ എടുക്കണം, നമ്മൾ മാറ്റണം, നമ്മൾ ആളെ അവോയ്ഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും അയാൾ നമ്മളിലേക്ക് അതേ രീതിയിൽ തുടരുന്നത്, അത് വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പകർത്തിയതിന് ശേഷം പെട്ടെന്ന് എഴുന്നേക്കുക, കണ്ടക്ടറിനോട് പറയുക, പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക, പരാതി കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള പ്രൂഫും കൂടി കാണിച്ചതിന് ശേഷം അവൻ എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? തീർച്ചയായിട്ടും ശിക്ഷ കൊടുക്കുക തന്നെ വേണം. നല്ല ഒരു പെറ്റി മേടിക്കണം, കുറച്ച് നാളെങ്കിലും ജയിലിൽ കിടക്കുകയും വേണം. ഇത് ഉൾപ്പെടെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ന്യൂസിലാണെങ്കിലും കാണിക്കുകയും വേണം. ഫേസ് മറിച്ചാണെങ്കിലും കാണിക്കാം. അപ്പോൾ ഈ വീണ്ടും ചെയ്യാൻ ടെൻഡൻസി ഉള്ളവർക്ക് ഒരു ഭയം ഉണ്ടാകും. ഇന്നതുപോലൊരു സംഭവം ഉണ്ടാകുമല്ലോ, ഒരു ശിക്ഷ എനിക്കും കിട്ടുമല്ലോ എന്നുള്ളൊരു ഭയം ഉണ്ടാകണം. അതില്ലാത്തടത്തോളം കാലം ഈ നാട്ടിൽ ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. കുറേ എണ്ണങ്ങൾ അത് ദുരുപയോഗവും ചെയ്യും. കുറേ ലേഡീസ് അത് ദുരുപയോഗം ചെയ്യും. ഇതുപോലെ ഇനി ഇതൊരു പാഠമാണ് കേട്ടോ. ഇനി ഇതൊരു പാഠമാണ്. ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറിയിട്ട് ഇല്ലാത്ത കഥ മെനഞ്ഞ് വീഡിയോ ആക്കാൻ, എഡിറ്റിംഗ് ഒക്കെ നല്ലപോലെ അറിയാമല്ലോ, അത് നടക്കത്തില്ല. ആ സംഭവം നടക്കത്തില്ല. ഇനി ചെയ്ത തെറ്റിനാണെങ്കിൽ അവനൊക്കെ ശിക്ഷ കിട്ടുക തന്നെ വേണം, മനസ്സിലായില്ലേ? ബസ്സിലൊക്കെ ആണെങ്കിൽ ഒരു അനുഭവം ഉണ്ടായാൽ അയാൾ നമ്മളെ ആദ്യം അനാവശ്യമായിട്ട് ടച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ, പിന്നെ അത് അയാളെ അവോയ്ഡ് ചെയ്തിട്ടും കൈ തട്ടി മാറ്റിയിട്ടും വീണ്ടും അയാൾ അതേ പ്രവൃത്തി ചെയ്യുന്ന വീഡിയോ കറക്റ്റായിട്ട് അതിലേക്ക് ഇട്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രൂഫ് വേണമല്ലോ. എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ പ്രൂഫ് വേണം. അല്ലാതെ ഇയാൾ എന്നെ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് എഴുന്നേറ്റ് ചാടിയിട്ട് അയാൾ പിടിച്ചെന്ന് അയാൾ സമ്മതിക്കുമോ? ഇല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെ, ഇപ്പം ഇങ്ങനത്തെ ഉള്ള അലവലാദികളൊക്കെ നടക്കണോണ്ട് പ്രത്യേകിച്ചും ശരിക്കും ഒരു അനുഭവം ഉണ്ടായാൽ പോലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും വളരെ ജാഗരൂകരായിട്ടൊക്കെ ഇരിക്കുക. എപ്പോൾ വേണമെങ്കിൽ പണി വരാവുന്ന ഇതാണ്. വ്യക്തമായിട്ടുള്ള തെളിവ് അത് മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ്. തെളിവ് ഉണ്ടായിട്ട് പോലും ഒന്നും അനങ്ങുന്നില്ല. പിന്നെയാണ് തെളിവില്ലാതെ അയ്യോ ദേ എന്നെ ഇയാൾ മുട്ടിയെന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അവസാനം വാദി പ്രതിയാവും. അത് തന്നെ ശിക്ഷ രീതികൾ ശിക്ഷ ഭയപ്പെടുത്തുന്ന ശിക്ഷ തന്നെ കൊടുക്കുക. വൃത്തികേട് സ്ത്രീകളെ അനാവശ്യമായിട്ട് നോക്കുന്ന വൃത്തികെട്ടവന്മാർക്ക് ശരിക്കും ഈ വൃത്തികെട്ടവന്മാർക്ക് ശിക്ഷ കൂട്ടി കഴിഞ്ഞാൽ ഇതൊക്കെ കുറഞ്ഞോളും, മനസ്സിലായില്ലേ? പിന്നെ അപ്പോൾ ഇവളെപ്പോലുള്ള ഇവൾക്കും ശിക്ഷ കൊടുക്കുമ്പോൾ ഈ ഉടായ്പ പരിപാടിയായിട്ട് നടക്കുന്ന ലേഡീസിൻ്റെ പരിപാടി കുറഞ്ഞോളും. സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ പരിഗണനയുണ്ടല്ലോ, ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. എല്ലാം ദുരുപയോഗം ചെയ്യുന്നത്.
ഫ്രീഡം. എന്താണ്, ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള പുരുഷൻ്റെ കൂടെ താമസിക്കുക, ഇഷ്ടമുള്ള പുരുഷനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു രീതി പോലും ഒരുപാട് വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ചോദിക്കാനും പറയാനും പറ്റുമോ? അതെൻ്റെ ഇഷ്ടം, ഞാൻ പ്രായപൂർത്തിയായ ഒരാളാണ്, എൻ്റെ ഇഷ്ടം, ഈ ഒരു രീതിയിൽ പോകുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അല്ല അവൻ എന്നെ പീഡിപ്പിച്ചു, ഇവൻ എന്നെ പീഡിപ്പിച്ചു, സ്വന്തം ഇഷ്ടത്തിനെല്ലാം ചെയ്തു വെച്ചിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടിയും പൊക്കിക്കൊണ്ട് വരുമ്പോൾ അതിനെതിരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ടീമുകൾ. ഇതൊക്കെ നടക്കുന്ന മാന്യം മര്യാദയ്ക്ക് ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഇവന്മാർക്കുള്ള വൃത്തികെട്ടവന്മാർക്കുള്ള ശിക്ഷയും കറക്റ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഴിമതിയും നടക്കത്തില്ല സമൂഹത്തിൽ. മൊത്തത്തിൽ ഇങ്ങനെ കാണിക്കുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഭൂരിഭാഗം പേരും ഒരു വളരെ കുറച്ച് പേര് മാത്രം അങ്ങനെ നേരായ ഇതിൽ ശിക്ഷിക്കും. മറ്റുള്ളവരൊക്കെ ഊരിപ്പോരുവാണ്. കുറച്ച് നാൾ ജയിലിൽ കിടക്കും, അത് കഴിഞ്ഞ് അവരങ്ങ് ഊരിപ്പോരുവാണ്. ഒരു ഇതുമില്ല. അതിൻ്റെ 10 മടങ്ങ് കന്നന്തിരിവ് അവർ വീണ്ടും നാട്ടിലിറങ്ങിയിട്ട് കാണിക്കും. അതാണ് നടക്കുന്നത്. അത് പറ്റത്തില്ല. സ്ത്രീകൾക്ക് സംരക്ഷണം കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം, യാതൊരു തരത്തിലുള്ള. അതുപോലെ തന്നെ പുരുഷന്മാരെ കൊടുക്കാൻ നടക്കുന്ന സ്ത്രീകൾക്കും കറക്റ്റായിട്ടുള്ള ഇത് കൊടുത്തിരിക്കണം. സ്ത്രീകൾക്ക് കിട്ടുന്ന ആ ഒരു പരിഗണനയും ആ ഒരു നിയമത്തിൻ്റെ ഇതിൽ കന്നന്തിരിവ് കാണിക്കുന്ന, കള്ളത്തരം കാണിക്കുന്ന സ്ത്രീകൾക്ക് അത് തക്ക ശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ്. അപ്പോൾ ബസ്സിലാണെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വ്യക്തമായിട്ടുള്ള അതിന് അയാൾ നമ്മളെ വൃത്തികെട്ട രീതിയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ പ്രൂഫ് നമ്മുടെ ഫോണിൽ എടുത്തതിന് ശേഷം ആ സ്പോട്ടിൽ നമ്മൾ കണ്ടക്ടറിനോട് പറയാം. അതേ ഒരു വഴിയുള്ളൂ. ട്രെയിനിലും ബസ്സിലൊക്കെ എന്തൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കണം. മിക്കവരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബാഗൊക്കെ വെച്ചൊക്കെ തടഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ബാഗ് വെച്ചൊക്കെ തടഞ്ഞ് ഇരിക്കുന്ന ഒരുപാട് ലേഡീസിനൊക്കെ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. പല യാത്രകളിലും നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ, ബാഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഇന്ന ഇറങ്ങേണ്ട സ്ഥലം വരെ ഒരു കണക്കിനിരുന്ന് പോകുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്വാസം മുട്ടി. പക്ഷെ അവർക്ക് പ്രതികരിക്കാൻ പേടിയാണ്. കാരണം നേരായ ഒരു വിഷയത്തിൽ ഇതുപോലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ വാദി പ്രതിയാവുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അഴിമതികൾ കൂടിക്കൊണ്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കും.